പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹോറബ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഗ്രോട്ടോ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് അറിയാം സഹോദരങ്ങളെ, കഴിഞ്ഞ 1523 ദിവസം നമ്മൾ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണല്ലോ ചെയ്തത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, കോവിഡ് കാലത്താണ് ഇത് ആരംഭിച്ചത്. ആദ്യത്തെ 1523 ശുശ്രൂഷകൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ ചെയ്തുവെങ്കിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സഹോദരങ്ങൾ, ഒന്നാമത്തെ ശുശ്രൂഷ എത്രമാത്രം ആവർത്തിച്ച് ഭയപ്പെട്ട്, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിർദ്ദേശത്തിൻ്റെ പുറത്ത്, ശരിക്കും എനിക്ക് ഒരിക്കലും ആഗ്രഹമായിട്ട് ചെയ്തതല്ല, ആത്മാവ് നിർബന്ധിച്ച് അത് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഇന്ന് എത്രയോ സ്വാതന്ത്ര്യത്തോടെയാണ് നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വചനം, ഒരു കുഞ്ഞ വിചിന്തനം, ചെറിയ വിചിന്തനം, ഇത് ഒരു കുടുംബ സദസ്സായിട്ടാണ് നമ്മളിത് കാണുന്നത്. കുറച്ച് പേരാണ് ഇത് കാണുന്നത്. ഒരു കുടുംബ സദസ്സിലാണ് അച്ഛനത് പങ്കുവെക്കുന്നത്. പക്ഷേ നേരിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് കാണുന്നവർ തമ്മിലൊരു ആത്മാവിൽ ഐക്യമുണ്ട്. അതിനൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് അച്ഛനെ ചലിപ്പിച്ചൊരു വചനമാണ്. അത് അപ്പസ്തോല പ്രവർത്തനം 1:8 അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി എന്തൊക്കെ ജീവിത സാഹചര്യങ്ങൾ ആ വ്യക്തിയെ ഞെരുക്കുന്നുണ്ടോ, കുടുംബ സാഹചര്യങ്ങൾ ആ വ്യക്തിയെ ഞെരുക്കുന്നുണ്ടോ, രോഗപീഠകൾ, കഷ്ടനഷ്ടങ്ങൾ, ചിലപ്പോൾ ചില ആന്തരിക മുറിവുകൾ എന്തൊക്കെയുണ്ടോ, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ശക്തി പ്രാപിക്കും, ശക്തിയാൽ നിറയപ്പെടും. അതുകൊണ്ട് നമുക്കറിയാവുന്ന വചനമാണ് അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മളിന്ന് ഈ വചനം പ്രാർത്ഥനയാക്കിയിട്ട് അനേകം തവണ നമ്മൾ ഹോറബ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ ഒന്നാമത്തെ വീഡിയോയാണിത്. അപ്പോൾ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞ വചനം അത് നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു മാറ്റമായിട്ട് കടന്നു വരണം. നമ്മുടെ ജീവിതത്തിന് ശരിക്കും എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, മുട്ടിയ അവസ്ഥയിലാണെങ്കിലും ആവർത്തിച്ച് പറയണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിന്നല്ല, നമ്മൾ ആ വചനം പറയുമ്പോൾ നമ്മുടേതാക്കി എങ്ങനെ പറയണം, എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. ഇന്ന് ഞാൻ ദുർബലനാണ്, ഞാൻ വീക്കാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ഞാൻ ശക്തിയിൽ നിറയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇത് കാണുന്നവരെയും ഇത് പങ്കുവയ്ക്കുന്നവരെയും ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ, ഒരു സ്നേഹ കുടുംബത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.